അങ്ങനെ നമ്മൾ റൂം എടുത്തു. അതിനിടയ്ക്ക് ചേട്ടന് ഫൈൻ അടച്ച് കിട്ടി. നാഗർകോവിൽ റൂം കണക്കായിരിക്കും തോന്നുന്നു. ഞാനും താമസിച്ചിട്ടേ ഇല്ല. എത്രയാണോ വന്നാലും കാര്യങ്ങളിൽ പ്രൈവറ്റ് റൂം എടുക്കുമ്പോഴാണ്. ഞാനും പള്ളിയുടെ റൂമിൽ താമസിച്ചിട്ടില്ല. ചുമ്മാ പറയുന്നത് അവൻ 3 കൊല്ലം ഹോസ്റ്റൽ റൂമിലുണ്ടോ ഞങ്ങൾക്ക് അറിയാവുന്ന. പള്ളിയുടെ റൂമല്ലല്ലോ, പള്ളിയിലല്ലേ താമസിച്ചത്. ഇവിടെ ശരവണഭവനുണ്ട്. ശരവണഭവൻ ഇത് പള്ളി. നമ്മൾ വേളാങ്കണ്ണിക്ക് വന്നേക്കുന്ന അല്ലാതെ അച്ഛനും വണ്ടിയും കൂടി ഏറ്റുമുട്ടണം. ശരിയാണല്ലോ, അച്ഛൻ്റെ ഒരു ബസ്സിനൊക്കെ തടഞ്ഞു നിർത്തിയേക്കുന്നത്. പിന്നെ റിഞ്ചോ അച്ഛൻ കാറുമായിട്ട് പോയത് 2 കാര്യങ്ങൾക്കാണ്. ഇപ്പോൾ എന്തോ നടക്കുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വേളാങ്കണ്ണി പള്ളിയിലെത്തി. പള്ളി കണ്ടു കേട്ടോ ഇപ്പുറത്തേക്ക്. നമ്മൾ വന്ന വണ്ടി ഇതെന്ത് പള്ളിയാ? പോലീസ് പിടിച്ചോ? അവിടെ നിന്നവർക്ക് ഫൈൻ കിട്ടി. അവിടെ നിർത്തിയിട്ട് നിങ്ങളുടെ കൂടെ ഒരു കാർ നിർത്തിയിട്ടുണ്ടായിരുന്നു അവര്. ആ പുറകില് മഴ പെയ്യാൻ വേണ്ടി വിതുമ്പി നിൽക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേലേക്ക് നോക്കിയാൽ അറിയാം നല്ല ക്ലൈമറ്റാണ്. നമുക്ക് 3rd ബ്ലോക്കാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇത് കഴിഞ്ഞ് റൂമൊക്കെ എങ്ങനെയായിരിക്കും അറിയില്ല. ഭയങ്കര അടിപൊളി റൂമായിരിക്കും രഞ്ജു പറഞ്ഞിരിക്കുന്നത്. രഞ്ജു വന്നിട്ടില്ലെങ്കിലും രഞ്ജുവിൻ്റെ ഡയലോഗ് ഡെലിവറിയിൽ അച്ഛൻ കമ്മിറ്റ് ആയെന്നാണ് കേട്ടത്. 1000കണക്കിന് കീകൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ അത് കാണിച്ചു തരാം. ഒത്തിരി നല്ല ആംബുലൻസ് ഒക്കെ കൊള്ളാം. കേരളത്തിലൊരു ഹോസ്പിറ്റൽ സെറ്റപ്പാണ്. കണ്ട് ഇഷ്ടംപോലെ കീ തന്നെ കണ്ടിട്ട് ബോധ്യമാവുന്നു. മത്തായി ചേട്ടൻ കഴിച്ചോ? മത്തായി ചേട്ടനുണ്ടോ? ഇല്ല, മത്തായി ചേട്ടനുണ്ടില്ല. അപ്പം 6 മണിക്ക് ഒരു കുർബാന, 6 മണിക്ക് ഒരു കുർബാനയ്ക്ക് പോകാന്ന് പറഞ്ഞത്. ഞാനിതൊരു തെലുങ്ക് കുർബാന കണ്ടിട്ടില്ല. ഓക്കെ, നേരെ ഇവന് മലയാളം കുർബാന പോലും ഇവ കണ്ടിട്ടില്ല. അതെനിക്ക് അറിയാവുന്നതാണ്. ഇതിലവൻ തെലുങ്ക് കുർബാന കണ്ടിട്ടില്ല. ഞാൻ സ്പാനിഷ് ഒക്കെ കണ്ടിട്ടുണ്ട്. 41. അപ്പോൾ 41 നമ്മൾ റൂം കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് കണ്ടോ, ഒരു വിനോദച്ചൻ ഏതോ UK പോയിട്ട് റൂം എടുക്കാൻ പോകുന്ന സെറ്റപ്പിലാണ്. UK 41 എന്ന് പറയുമ്പോൾ നമുക്ക് 41 അല്ലേ അച്ഛാ? അതാ പറഞ്ഞേ, ശരിക്കും ആശുപത്രി വൈബാണ്. 30 അവിടെ ഇത് ഞങ്ങളുടെ ഇപ്പൊ നമ്മുടെ റൂം തിരക്കേണ്ടില്ല, അടിപൊളിയാണ്. ഓക്കെ, വെർത്ത് ഫോർ വാച്ചിങ്. അവരുടെ റൂം കാണാൻ വാ. ഇത് വരുന്നോ? അങ്ങോട്ട് വരുന്നോ? രഞ്ജു ഭയങ്കര എക്സൈറ്റഡ്. അവരുടെ റൂം കൊള്ളാല്ലേ? ഞങ്ങൾ AC ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷേ ACയുടെ ആവശ്യമില്ല. ഭയങ്കര ചില്ലി ക്ലൈമറ്റ് ആണ്. അവൻ പറഞ്ഞത് നാട്ടിലൊരു ഫീലൊക്കെ വരുന്നുണ്ട്. ഈ സാധനം സത്യം പറഞ്ഞാൽ താഴെ ഇടാൻ തോന്നുന്നുണ്ടോ? ഈ പിടുത്തം കണ്ടിട്ട്. 30ാമത്തെ റൂം. 39 നമ്പർ മാറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്പർ പോയി വാങ്ങിട്ട് ചോദിച്ചു നോക്കാം. അല്ല, 39 തുറന്നു നോക്കാം. അപ്പോൾ ശരിയായാലോ? തുറന്നു നോക്കാം. ഇതാണ്. അപ്പോൾ 39 ആണ് തന്നെയെന്ന് ചോദിച്ചാലോ? അത് മോശം 30 എഴുതിയ പോലെയല്ലോ തോന്നി. തുറക്കുന്നില്ലേ? ബാത്റൂമിൽ സോപ്പൊന്നും ഇല്ലാന്ന് ഇവൻ വിചാരിച്ച് ഓയിൽ ബുക്ക് ചെയ്തിട്ട് നല്ല ശീലം സോപ്പൊക്കെ കൊടുക്കുകയാണ്. പക്ഷെ ഇവിടെ ഇന്ന് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം നമ്മൾ ഏലഗിരി ട്രിപ്പ്, അതിൻ്റെ വ്ളോഗും ഇല്ലായിരുന്നു. ഞങ്ങൾ പ്രൈവറ്റ് ട്രിപ്പ് പോയതാണ്. അപ്പോൾ അന്ന് പോയി കഴിയുമ്പോൾ കുളിക്കാൻ സോപ്പില്ലാത്ത കാരണം 4 ഷാങ്ഷേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3 ഉപയോഗിച്ചു. അവിടെ തന്നെ കുളിച്ചു. കുളിയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ഉണ്ട്. 4ാമത്തെ ബാഗിൽ തന്നെ കിടന്നു. അതിനുശേഷം ഞാൻ കഴിഞ്ഞ 2 മാസം മുന്നേ സച്ചിൻ ചേട്ടായിയുടെ കല്യാണത്തിന് പോയി കഴിയുമ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആകാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ സമയത്ത് വാച്ച്മാൻ എന്നോട് സംഘത്തോട് എൻ്റെ വാച്ച്മാൻ്റെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ടോ എന്ന് യൂസ് ചെയ്തോളാൻ പറഞ്ഞു.
അവിടെ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, സോപ്പില്ലാതെ കുളിച്ച് ശീലിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ കഴിയുമ്പോൾ കുളിക്കണമല്ലോ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സൈഡിൽ അന്നത്തെ മിച്ചം വന്ന ഒരു സാങ്ഷൻ കിട്ടി. ഭയങ്കര സ്വർണ്ണം കിട്ടിയല്ലോ. എന്ന് തൊട്ട് ചെയ്ത് 2-4 ദിവസം ബാക്കി അതിനകത്ത് ഒരു 5 അതിനകത്ത് കിടക്കുന്നുണ്ട്. അതേപോലെ പേസ്റ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട് പല്ല് വികസമാണ്. പിന്നെ ഇവിടുത്തെ ഇതിനകത്തൊക്കെ ഞാൻ സ്പ്രേ പെർഫ്യൂമേ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പില്ലുകളൊക്കെ ഇവിടുത്തെ ഇതിൻ്റെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ടൈം ബസ്സിലേക്ക് വേളാങ്കണ്ണിന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതിലെടുത്തുകൊണ്ട് വണ്ടിയൊക്കെ ചിലപ്പോൾ. ഇവിടെയൊക്കെ ഒട്ടുമിക്കാതും എന്താ പറയുക ആൾക്കാർ ഫുള്ളായിട്ടുണ്ട്. പിന്നെ AC ബുക്ക് ചെയ്യേണ്ടത് ഒരു മണ്ടത്തരമായോന്ന് ചെറിയൊരു സംശയം. ബിക്കോസ് ചൂടുണ്ട്, ഫാന് കുറച്ച് മേളിലാണ്. ഇവിടെ 3 ബെഡുണ്ട്. കറക്റ്റ് നട്ടേക്ക് മാത്രമേ കാറ്റുള്ളൂ. ഇടുക്കിയാണല്ലോ, ഇടുക്കി ആയതുകൊണ്ട് ഇടുക്കിയിൽ ഫുൾ ടൈം തണുപ്പാണ്. അപ്പൊ തണുപ്പ് കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഞങ്ങൾ ഹീറ്ററാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അടുപ്പ് ഭാഗത്തുനിന്ന് ഇറങ്ങാറ് പോലില്ല. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ചെന്നൈ വന്നപ്പോഴും AC ഫുൾ AC-യിലെ ജീവിച്ചു. ചെന്നൈയിൽ ക്ലൈമറ്റിന്റെ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എവിടെയാണെങ്കിൽ AC. ഇപ്പോൾ ഇവിടെ AC ഇല്ല, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. രാത്രി ഓർക്കണം, പക്ഷേ നാളത്തെ ബ്ലോഗ് ടഫാവുന്നു തോന്നുന്നു. അതാ ക്ഷീണമാണെങ്കിൽ വ്ലോഗ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നല്ല റേഞ്ചാണ്, ഒരു കട്ട റേഞ്ച് ഉണ്ട്. ചേട്ടാ അതുമില്ലേ, ഞാൻ എങ്ങനെ വിളിക്കും? ഇത്രയും വലിയ ബിൽഡിങ്ങിനകത്ത് നിങ്ങൾക്കുണ്ടോ? വീട്ടിൽ എങ്ങനെ വിളിക്കും? കുഴപ്പമൊന്നുമില്ല, ശുദ്ധമായ ഉപ്പായല്ലേ. ശുദ്ധമായ വെള്ളമുണ്ടോ? വെള്ളത്തിൽ ഡയറക്റ്റ് കടലിൽ നിന്ന് അടിച്ച് കയറ്റിയ ഉപ്പുകളാണ് നമ്മൾ ത്യാഗം ചെയ്ത് എല്ലാവർക്കും ഇതേ കാര്യം തന്നെയാണ്. പോയാൽ തിരിച്ചു വരുന്ന ഒരു മുടി പോലും നിനക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? അരിഞ്ചേട്ടയുടെ തല മുട്ടയടിക്കാൻ. അരിഞ്ചേട്ടയ്ക്ക് ഒരു നിയോഗമുണ്ട്, അത് ഞാൻ എന്റെ വ്ളോഗിൽ കാണിക്കും. മാത്രമേ പറയൂ. പള്ളിക്ക് വേണ്ടി ഞങ്ങൾ നേർന്നേക്കുന്നത്. അതെ അതെ, ഞങ്ങളുടെ നേർച്ചക്കൊഴിയാണ്. ഞാൻ എനിക്ക് വേണ്ടി ഇനി മുട്ടയിലിറങ്ങിയ വെള്ളമുണ്ട്. പക്ഷേ മുട്ടയിലിറങ്ങിയാൽ മുട്ടുമുട്ടെന്നൊക്കെ പറയുന്നത് വെയിറ്റ് അനുസരിച്ച് ഇവന് വെയിറ്റ് ഇല്ലല്ലോ. എൻ്റെ ചേട്ടൻ്റെ ഒരാളുടെ മുട്ടയിൽ കഴിഞ്ഞിട്ട് നല്ല വെയിറ്റുള്ള ആളായിരുന്നു. ഒരു മുട്ടി വെയിറ്റ് അനുസരിച്ച് പൊട്ടി പഴുത്ത് മണൽ കയറി പഴുത്ത് 10-15,000 രൂപ ട്രീറ്റ്മെന്റ് എടുക്കും. ശരിക്കും നിങ്ങൾ വിചാരിക്കുന്നതല്ല, എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് മൂടി. പക്ഷേ വേറൊരു കാര്യം, ഞാൻ പാൻ്റ് ഇട്ടേക്കുന്നു. ഈ പാൻ്റിട്ട് മുട്ടയിലഴിഞ്ഞാലും നീ ഫോണും ക്യാമറ ഒക്കെ നീ നോക്കിക്കോ. ഇതൊക്കെ ആരെങ്കിലും അടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. ഇവിടെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ? വിശുദ്ധമായ സ്ഥലമില്ല. വിശുദ്ധമായ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ കള്ളന്മാരുള്ളത്. നമ്മളപ്പം അരിഞ്ചേട്ടയുടെ സ്ഥലം മുട്ടടിക്കാൻ പോവാം. എവിടെയാണെങ്കിൽ അറിയത്തില്ല, ഇവിടെ പുറകിലാന്ന് പറയും. പുറകിലെ ബീച്ചുള്ളത്. ഇവിടുന്ന് എങ്ങനെ മുട്ടയിൽ കഴിയുന്ന സ്ഥലം എവിടെയാണ്? എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കട അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുക മുട്ടയടിക്കാൻ വേണ്ടിയിട്ട്. ഒരു മുട്ട ഇവിടെ ഒരുപാട് ആൾക്കാരൊന്നും മുട്ടയടിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് കൂപ്പൺ എടുക്കണം. കൂപ്പൺ എടുത്തിട്ട് ഒന്ന് മുട്ടയടിക്കണം. എന്നിട്ട് നോക്കി പൊട്ടി കുത്തി വെച്ച പോലെ കുടിയിരിക്കുന്നത്. മഞ്ഞളടിക്കണ്ടേ തലയില്? ചന്ദ്രൻ
ഹരിചേട്ടയ്ക്ക് അപ്പോൾ അങ്ങനെ ഒരു ബക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ബക്കറ്റിനകത്ത് നേർച്ച എന്തായിരുന്നു വെള്ളം കോരിയിട്ട് ചന്ദനം അടിച്ചിട്ട് തല കഴുകണം. ഞാൻ ഒഴിച്ചിരണോ? 2 വയസ്സ് വരെയോ? കുറച്ച് മൂത്തെടുത്തേക്ക് വെളുക്കും. അല്ല എന്നാടാ വെളുപ്പിനോ? അങ്ങനെയല്ല. കടല വാങ്ങിച്ചു കഴിച്ചു. ഇതെന്നാ സാധനം അറിയോ? മുതിരയിടും. മുതിര നമ്മൾ കുതിരയ്ക്കൊക്കെ മുതിര എടുക്കുക അറിയത്തില്ലേ? ആ സാധനം. മുന്തനം എന്താണെന്നറിയോ? മുന്തനം കാണിച്ചത് പള്ളി വക മുന്തന സ്ഥലം. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു തോന്നുന്നു. ഞാനങ്ങനെ വന്നിട്ട് കുറച്ച് കൊന്ത വാങ്ങിച്ചു ഗൈസ്. ഇവിടെ കൊന്തക്കടകളൊക്കെ ഉണ്ടായിരുന്നു. നമസ്കാരം. ഡേ 2 സ്റ്റാർട്ടായോ? ചാർജില്ലല്ലോ. ഇത് ചാർജ് ചെയ്യുന്നില്ല. ചാർജ് ചെയ്യാം. പവർ ബാങ്ക് ഉണ്ടല്ലോ. അല്ല വേണ്ട. പവർ ബാങ്ക് ഉണ്ട്. എല്ലാത്തിലും പവർ ബാങ്ക് ഒരു അഡീഷണൽ സെറ്റപ്പ് വെക്കുന്നുണ്ട് പയ്യൻ. ഞാനിവിടെ നോട്ട് ചെയ്യുന്നുണ്ട് ഈ ഗൈസ്. നമ്മളിന്ന് ഡേ 2 നല്ല ക്ലൗഡി ക്ലൈമറ്റ്. ഇപ്പോൾ പൻ പ്രതീക്ഷയോടുകൂടിയാണ് വേളാങ്കണ്ണിയിലെ 2ാമത്തെ ദിവസം. ഇവനെ പള്ളിയിൽ കൊണ്ടുപോയി 1 മണിക്കൂർ ആരാധന, ഒരു കുർബാന ഒക്കെ കൂടിച്ച് നന്നാക്കണം. ഇവനെ നന്നായതാ. ഈ വെളിച്ചം കാണുമ്പോൾ തന്നെ അറിയാം ഓറ നിറയാണ്. അപ്പോൾ എനിക്ക് ഇത് നന്നാവേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് മോർണിംഗ് സ്റ്റാർ ബസിലിക്ക, അതായത് സാന്തോമിലെ ഇപ്പോഴും ആ ഓർമ്മയാണ്. വേളാങ്കണ്ണിയിലെ ഏറ്റവും വലിയ പള്ളിയുടെ, അതായത് ഏറ്റവും പുതിയ പള്ളി നിങ്ങൾ വന്നിട്ടുണ്ടാവും. ഏറ്റവും പുതിയ പള്ളിയിൽ നമ്മൾ മലയാളം മാസമല്ല, ഭക്തിനിർഭരമായ മാസം എനിക്കിട്ടുള്ള കൊട്ടു ചേർന്നിട്ടുള്ള പ്രസംഗം എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ചർച്ച. ഞാനൊരു 5000 പറഞ്ഞു, അവിടെ ഒരു 3000 പേര് പറഞ്ഞു. രഞ്ജി ഒരു 12,000 പേരുണ്ടാവും. 12,000 പേരും എന്ന് പറഞ്ഞു. അങ്ങനെ ചർച്ചയോട് കൂടിയിട്ടുള്ള ചർച്ചയും കഴിഞ്ഞ്, അതായത് എല്ലാം കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് ഭയങ്കര ഓറ കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുർബാന കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്. നമ്മൾ അടുത്ത കുർബാനയ്ക്ക് പണം കൊടുക്കണം. അതിന് ശേഷം ഇവിടുത്തെ ജസ്റ്റ് വലിയ ചാറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പലരും ഇവിടെ വന്നാൽ ഉറപ്പായിട്ട് ഇടുന്ന ഒരു സ്നാപ്പാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഐക്കോണിക് പോസ്. കർത്താവ് ബ്രസീലിലൊക്കെ നിൽക്കുന്ന പോലെ. കാണിച്ചടാ. ഇവിടെ കൊന്നൊക്കെ തൂക്കിയിട്ടുള്ള മരത്തിൽ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമാണ്. നേരെ നോക്കാം. ഈ കർത്താവിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ കർത്താവിനെ കാണണം. എങ്ങനെ ഉണ്ടായിരുന്നു രഞ്ജു കുർബാനയൊക്കെ? നല്ല കുർബാന. ലാറ്റിൻ കുർബാന ഫസ്റ്റ് ആദ്യമായിട്ടാണ് ലാറ്റിൻ കുർബാന. ഞാൻ ഇവിടെ വരുമ്പോൾ കൂടാറുണ്ട്. ഇവിടെ വരുമ്പോൾ മാത്രമാണ് മലയാളത്തിൽ കൂടാറുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ സാന്തോം ബസിലിക്കയിൽ ഇംഗ്ലീഷ്, തമിഴ്, അതർ കൺട്രീസ് ലാംഗ്വേജസ് ഞങ്ങൾ സ്പാനിഷിൽ വരെ കൂടിയിട്ടുണ്ട് അവിടുത്തെ ഇതിൽ. അപ്പോൾ ഇതാണ് സ്റ്റാച്ചു. കിടിലൻ സ്റ്റാച്ചു ആണ്. സേക്രഡ് ഹാർട്ട്.
തിരുഹൃദയത്തിന്റെ സ്റ്റാച്ചു അങ്ങനെ അങ്ങനെ പറയാം. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കുറ്റം പറയാമെന്നായിരിക്കുന്നു. അതെ, ഇത് അച്ഛൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കിട്ടിയിട്ടുണ്ട്. അവൻ എഡിറ്റിങ് കളയാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാവുന്നതാണ്. നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. അതേപോലെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ ചെയ്യാറില്ല. മാതൃകയായിട്ട് ബെഡ്ഷീറ്റ് അതേപോലെ വെച്ചിട്ടുണ്ട്. ബെഡ് മാത്രം വെച്ചാൽ നമ്മുടെ റൂമിൽ ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ കുടിച്ച കുപ്പി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് കളയാൻ പറ്റും. കേട്ടോ, കുപ്പിയിടാനുള്ള സൗകര്യം വരെ ഉണ്ടായിരുന്നുണ്ട്. ക്യാമറയ്ക്ക് ചാർജ് ഇല്ല. പ്രോപ്പർ ചാർജിങ്ങിൻ്റെ ഐഡിയോളജി ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഞാൻ ഇല്ല. നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയാൽ നമ്മൾ രണ്ടാമത്തെ ബാറ്ററി വാങ്ങി ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിന് വെറും നിസ്സാര എണ്ണത്തിൻ്റെ കുറവേ ഉള്ളൂ. ഇനി നമ്മൾ വേളാങ്കണ്ണിക്ക് വരാൻ പോകുന്നത് അരുണിന്റെ കല്യാണത്തിനാണ്. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴാണോ റിഞ്ചാച്ചനും കാര്യങ്ങൾ അറിയാം. റിഞ്ചാച്ച വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മന്തി കഴിക്കാൻ ലൊക്കേഷൻ നമ്പർ ഇതുവരെ അത് തന്നെ. നല്ല മന്തിയായിരുന്നു 2 കൊല്ലം മുമ്പ്. നല്ല മന്തി മാത്രം വെച്ച് നല്ല മൈനേഴ്സും കൂടെ കൊടുക്കണം. ഗൈസ്, അങ്ങനെ നമ്മൾ കാരക്കല്ല് ഫേമസ് മന്തി കഴിക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്നലെ മുതൽ കാത്തിരുന്ന മന്തിക്ക് ഇനി എത്തിയിരിക്കുകയാണ്. നമ്മൾ വിനോദയൊക്കെ അപ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻ അത്രയ്ക്കൊന്നും ഇല്ലാന്ന് നമുക്കറിയാം. പക്ഷേ അടിപൊളി മന്തിയാണ് നാട്ടിൽ മന്തി. ഇവിടെ അവർ സംഭവിക്കുമെന്ന് അറിയില്ല. ഇവിടെ വണ്ടി അവിടെ ഇടുന്നറിയില്ല. പാർക്കിംഗ് ആണ് ഇവിടുത്തെ ഒരു ചെറിയ വിഷയം. കാറുമായിട്ടൊന്നും ഇവിടെ ആരും മന്തി കഴിക്കാൻ വരാറില്ല. നമുക്ക് പാർക്കിംഗ് എവിടെയെല്ലാം ഉണ്ടോ എന്ന് നോക്കാം. പാർക്കിംഗ് നോക്കിയാൽ വിശപ്പാവണം. വിശപ്പായാലേ മന്തിക്ക് ഒരു പവർ ഉണ്ടാവുള്ളൂ. ഇരിക്കുവോ? ആ, ഇവിടെ നിർത്തിക്കോ. ഈ ഗേറ്റ് പൂട്ടിയേക്കാന്ന് തോന്നുന്നു. മതിയാവും. അപ്പോൾ നമ്മുടെ കാരക്കലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും പോണ്ടിച്ചേരി കൊല്ലുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമല്ലേ. ഇവിടെ വില കുറവാണ്. PY രജിസ്ട്രേഷൻ ഇവിടുത്തെ വണ്ടികളൊക്കെ. അപ്പം മന്തിക്കടയിൽ ചെന്നിട്ട് കാണാം. മന്തിക്കടയിലേക്ക് പോകുന്നതിന് അടിപൊളിയാണ്. നീ ഓഫില്ലേ? നോക്കെ പോകുന്ന വഴി കാണാം. ഇല്ല, ഭയങ്കര എച്ചരിലുള്ള വഴിയാണ്. നമുക്ക് നമ്മളകത്ത് വന്നിട്ടുണ്ട്. നല്ല ഒച്ചപ്പാട് കുറവാണ്. മട്ടൻ മന്തിയാണെന്ന് പറയുന്നത്. ചുറ്റി കാണിച്ചതാണ്. വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. അതായത് ഇവിടെ ഫുൾ വൈബാണ്. പാട്ട് കേട്ടിട്ടുണ്ട്. സീന ഒറ്റ മിനിറ്റ് ഒന്ന് ഫോട്ടോ എടുത്തോട്ടോ. കൊള്ളാം. ഞാൻ സ്നാപ്പിൽ കഴിച്ചോട്ടെ. കൊള്ളാട്ടോ, നല്ല റൈസാണ്. നല്ല അടിപൊളി റൈസാണ്. നമ്മൾ കൈയിട്ട് വരാൻ പോവാണ്. അയ്യോ, അങ്ങനത്തെ സാധനമൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ. നീ പിടി. ഞാൻ കഴിക്കട്ടെ, കഴിച്ചിട്ട് കാണാം. ഇവിടെ കഴിച്ചിട്ട് റിവ്യൂ പറയും. നീ കഴിച്ചിട്ട് കാണാം. സൂസുമാന്റെയും ജോസഫേട്ടനും ഇരിക്കും നോക്കി.
അങ്ങനെ അവർ രണ്ടുപേരും ഒരു ക്വാർട്ടർ മന്തി വെച്ച് വാങ്ങിച്ചു, നമ്മളൊരു ഫുൾ മന്തി വാങ്ങിച്ചു. റൈസ് അൺലിമിറ്റഡ് ആയിരുന്നു. പിന്നെ അവരിവിടെ പുറകെ കൊണ്ട് വെച്ചു റൈസ്. റൈസാണ്. നിങ്ങൾ ആരെങ്കിലും അതിനെ കൺഫേം ആയിട്ട് ട്രൈ ചെയ്യണം. നല്ല അടിപൊളി മന്തി ആയിരുന്നു കേട്ടോ. നല്ല റൈസ് വരുന്നു. അൽ മന്തി. മന്തിയോ നല്ല മന്തി ആയിരുന്നു. റൈസിനും പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൊള്ളാം. നല്ല ആംബിയൻസ് കേട്ടോ, വലിയ കുഴപ്പമില്ല. മന്തി എങ്ങനെ ഉണ്ടായിരുന്നു സുസും? മന്തി പറ, മന്തി എങ്ങനെ ഉണ്ടായിരുന്നു? ബസ്വേട്ടാ ഓ മന്തി വണ്ടിയോട് കൊണ്ടുവരട്ടാ. വണ്ടിയല്ല മന്തി. ആ മന്തിയെ നമ്മൾ ശരിയാക്കി കളഞ്ഞ്. മന്തി നമ്മളെ ശരിയാക്കി 2 പേര്. 6 പേര് മന്തി കഴിച്ച് അബോധാവസ്ഥയിൽ കാറിന് പുറകെ കിടക്കും. അബോധാവസ്ഥയിൽ നിന്നുകൊണ്ടിരിക്കുന്നു. കാറിൽ പ്രവേശിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും വിട്ടു അടുത്ത കൊല്ലം നിങ്ങളെ ഞങ്ങൾ ഈ മന്തി കഴിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒച്ചപ്പെടും, ഹലോ ഗായ്സ്. മന്തി കഴിക്കാൻ പോയി. ഇന്നലെ തൊട്ട് നിങ്ങൾ എക്സൈറ്റഡ് ആയിരുന്നു. അടിപൊളി മന്തിയായിരുന്നു. അതായത് കാരക്കര വന്ന് ജോസഫേട്ടൻ അടിച്ച് അതുപോലെ ലിഞ്ചു അടിച്ച് ഇടയ്ക്കൊക്കെ ബൈക്ക് എടുത്ത് നമുക്ക് മന്തി കഴിക്കാൻ വന്നാലോ ചേട്ടായി ചോദിക്കും. ചെന്നൈ നമുക്ക് ഇടയ്ക്ക് മന്തി കഴിക്കാൻ വന്നാലോ എന്ന് ചോദിക്കും. വീഡിയോ ഒക്കെ ഇടാം. അവൻ എന്നെ കൂട്ടിക്കൊണ്ട് വരത്തില്ല, അത് വേറെ കാര്യം. അവിടെ ഇവിടെ വന്ന് കഴിക്കാൻ അവൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ നല്ല മന്തി കിട്ടില്ലേ? ഇതെന്താ ഇത് മത്സ്യകന്യൊക്കെ ഉണ്ട്, കാണാൻ പറ്റുമോ? ഇത് വേറൊരു മത്സ്യകന്യാണ്. അപ്പോൾ എല്ലാം വണ്ടിയാണ്. ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കുന്ന ഇപ്പോൾ പുതിയ ഡ്രൈവറാണ്, നമ്മുടെ പ്രൊഫഷണൽ വിനോദച്ചനാണ്. ഇപ്പം ഞാൻ പ്രൊഫഷണൽ വിനോദച്ചനാണ്. ഞാൻ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് പലരും ചോദിക്കും. ഫാൻസ് എല്ലാവരും ചോദിക്കട്ടെ എന്തുകൊണ്ട് അരുൺ എടുത്തില്ല. അത് ഞാൻ പ്രൊഫഷണൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരക്കൽ എന്ന കേന്ദ്ര പ്രദേശത്ത് കൂടിയാണ്. ഇവിടെ 2 സൈഡിലും ചായക്കടകൾ പോലെ മദ്യ ഷോപ്പുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ വാർത്തെടുക്കുക എന്ന കേന്ദ്ര സർക്കാരിന്റെ എന്ന് പറയാ ഒരു ലൈഫ് മിഷൻ കുടുംബങ്ങളെ ഉദ്ധരിക്കുക, വെള്ളമടിച്ച് ജനസംഖ്യ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണിത്. അതുപോലെ തന്നെ മുട്ടിന് കെട്ടിപ്പൊക്കിയിരിക്കുന്ന ആശുപത്രികളിലേക്ക് ആളുകൾ നിറയ്ക്കുക ഇത്യാദി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നതിനായിട്ടുള്ള മദ്യ ഷോപ്പുകൾ തുടങ്ങിയിരിക്കുന്നത്. സന്ദേശമാണ് അച്ഛൻ ഇപ്പൊ ഈ 2 നിമിഷം നിങ്ങൾ കേട്ടിരിക്കും. ആ സന്ദേശം കേട്ട് ഉണർന്നു വരികയാണ് നമ്മൾ. ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി ഉറക്കത്തിൽ നിന്ന് വരെ കേന്ദ്ര പഠനം നോക്കി പോയി. സമയം രാത്രി 8:05 ആയിട്ടുണ്ട്. നമ്മളപ്പോൾ ചെന്നൈയിൽ തിരിച്ചെത്തിയിരുന്നു. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അന്ന് വഴിക്ക്. ഞങ്ങൾ പത്തായ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് റെസ്റ്റോറൻറ്റ്. അവിടെ ഒരു ഫുഡ് കഴിച്ചിട്ട് പിരിയാന്നുള്ള പ്ലാനില്ല. കയറി കഴിച്ചിട്ട് അവിടുത്തെ ഫുഡ് എങ്ങനെയെന്ന് പറഞ്ഞിട്ട് പോകാം. പറയട്ടെ, പത്തായത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? നമ്മളിപ്പം മലബാർ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിരിക്കുന്നു. കഴിച്ചിട്ട് ബാക്കി ഫീഡ്ബാക്ക് പറയാം കേട്ടോ. സമയം കുറവായതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിട്ട് പോകണം. ഇപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് പരിസരഭാഗത്ത് ഓന്തറ്റി കേരള എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ പത്തായം നല്ല ഒരു ബിരിയാണിയും കഴിച്ച്, അടിപൊളി ബിരിയാണിയും കഴിച്ച് ചെന്നൈയിലെ ഏറ്റവും നല്ല ബിരിയാണി പറയുന്നത്. അപ്പോൾ ബിരിയാണിയും കഴിച്ചിട്ട് നമ്മളിപ്പോൾ ട്രിപ്പ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വേളങ്ങാൻ ട്രിപ്പ് ഏറ്റവും മനോഹര. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പിൽ കാണാം.
പോരെ ബൈ ബൈ. ഇപ്പൊ വണ്ടി എടുത്ത് ഞങ്ങള് സൂസൻ വണ്ടി ഇവിടെ വിട്ടിട്ട് ഞങ്ങൾ ബൈക്ക് എടുത്ത് വീട്ടുകളിൽ അവരവരുടെ വീട്ടിലേക്ക് പോയാണ്. ട്രിപ്പ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് ഇവിടുന്നാണ്. അവസാനിച്ചിരിക്കുന്നു. നന്നായിട്ട് അവസാനിച്ചിരിക്കുന്നു. ബ്ലൂ